സുഹൃത്തുക്കളെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സോനുവിനും ബ്രദറും കൂടി കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഞങ്ങൾ മുമ്പൊരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടേ ഈ ബ്രോയിനെ കാണാൻ വേണ്ടി, പക്ഷെ അന്ന് കാണാൻ പറ്റിയില്ല കേട്ടോ. ഇതൊരു ആലയാണ്. ഇവിടെ നമ്മുടെ കത്തികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. അത് മാത്രമല്ല, നോർമൽ കത്തി എന്ന് പറയാൻ പറ്റില്ല, പുള്ളിക്കാരൻ ഡിസൈൻ ചെയ്തിട്ടാണ് ഓരോ കത്തികൾ ഉണ്ടാക്കുന്നത്. ആളുടെ പേരെന്ന് പറയുന്നത് തഫ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഇതാണ് ഇവരുടെ ആല എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വെച്ചിട്ടാണ് ഇവർ എല്ലാ പരിപാടികളും ചെയ്യുന്നത്. ഭയങ്കര കഴിവുള്ള മനുഷ്യനാണ് കേട്ടോ. ഇയാൾ ഓരോ കത്തികൾ ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഞാൻ അതിന്റെ ഫോട്ടോസ് 2-3 ഇതിനകത്ത് ആഡ് ചെയ്യാം, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കും. സംഭവം കണ്ടാൽ തന്നെ ഞെട്ടുണ്ടോ. ഈ കാണുന്നതാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കിയ കത്തികൾ കേട്ടോ. ഇതിനകത്ത് ഓരോ ഡിസൈൻ തന്നെ പുള്ളി ഒരു കെമിക്കൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഈ ബ്രോയിന് പുറമേ നിന്നുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് പുള്ളിക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. പുള്ളിക്ക് ഇത് മാത്രമല്ല കേട്ടോ പണി. പുള്ളി നമ്മുടെ വേറൊരു വീഡിയോയിൽ നോക്കി കാണാൻ പറ്റും. നമ്മളൊരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ആ വീട്ടിലെ ഗിത്താർ വായിച്ച ഒരാൾ ഈ ചേട്ടനാട്ടോ. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഗിത്താർ മാത്രമല്ല, പിന്നെ കീബോർഡും വായിക്കും. അപ്പോൾ പുള്ളി മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് ഇത്തിരി ഉള്ളിലായിട്ടാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം. ഇത് ഇത്തിരി ഉള്ളിലേക്ക് കയറി വന്നാലാണ് ഇയാളുടെ ഷോപ്പ് നമുക്ക് കാണാൻ പറ്റുക. അത് മാത്രമല്ല, ഇയാൾ ഉണ്ടാക്കിയ വേറൊരു കത്തി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ഇരിക്കണേന്ന്. സാധാരണ കറിക്ക് അറിയണതിന്റെ കത്തികൾ പോലെ തന്നെ ഉണ്ടാവും, എന്നാലും ഇത്തിരിയും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയിലാണ് ആ സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ ചേട്ടനെ അറിയാൻ പറ്റും കേട്ടോ. കാരണം ഈ ചേട്ടൻ പള്ളിയിലൊക്കെ ഗിത്താറൊക്കെ വായിക്കുന്ന ഒരാളാണ്. ഈ കാണുന്നതാണ് കത്തി. ഈ കത്തിക്ക് 400 രൂപയാണ് ഉണ്ടാക്കാൻ ചെലവ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. നല്ല വലിപ്പ സൈസ് ഉണ്ട് കേട്ടോ ഈ കത്തിക്ക്. ഏതൊരു കത്തി ഉണ്ടാക്കിയാലും അതിന്റെ ലെതർ വരെ ആള് പണിത് കൊടുക്കണ്ട. അതായത് നമ്മുടെ സൈഡില് ബെൽറ്റിലൊക്കെ തൂക്കിയിടാൻ പത്തിനുള്ള ലെതറൊക്കെ ആള് പണിത് സെറ്റപ്പ് ആക്കി കൊടുക്കും. അത് മാത്രമല്ല, എങ്ങനത്തെ രീതിയിലുള്ള ഡിസൈനാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് അതേപോലെ ഡിസൈനിൽ ചെയ്തു തരും. ഈ കാണുന്നത് ഒരു കത്തിയുടെ ഒരു ലെതറാണ് കേട്ടോ. അതായത് നമ്മുടെ അരയിൽ ബെൽറ്റിൽ കെട്ടി വെക്കുന്ന ഒരു സാധനമാണ്. ഇതിനകത്തേക്ക് നമ്മൾ കത്തി ഇറക്കി വെക്കുന്നത്. പിന്നെ ഞാൻ കണ്ടൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, ഈ ട്രെയിൻ പാളത്തിന്റെ ഇതിന്റെ മുകളിൽ വെച്ചിട്ടാണ് കത്തികളൊക്കെ തല്ലി ഷേപ്പ് ആക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കത്തിയും കൂടി കണ്ടു കേട്ടോ. കത്തിയല്ല, നമ്മുടെ നാട്ടിലത്തെ വെട്ടുകത്തി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഇതിന് നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഈ സാധനത്തിന് നല്ല കനവുണ്ട്. ഏകദേശം ഒരു 2.5-3 കിലോ എങ്കിലും ഈ ഒരു സാധനം. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കണതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് മരം വെട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. മരത്തിലേക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. കാരണം അത്രയും വലിയ സാധനം കേട്ടോ ഇത്. ആളെങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് മെയിൻ ടൗണിൽ നിന്ന് സാധനം എടുത്തിട്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ടാണ് ആള് സ്വന്തമായിട്ടാണ് എല്ലാ ഡിസൈനൊക്കെ ചെയ്യുന്നത്. എല്ലാ സാധനത്തിൻ്റെയും ലെതറുകൾ മാത്രം മേടിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ലെതർ അടക്കം ആള് ഡിസൈൻ ചെയ്യുക. അപ്പം ഞാൻ ഇതിന്റെ വില എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് 3000 രൂപ കേട്ടോ. അതായത് ലെതറും കൂടെ കൂടിയിട്ട്. നമ്മൾ ഈ ലെതർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റിൽ നമുക്ക് തൂക്കിയിടാൻ പറ്റും. എന്നിട്ട് അതിൽ ഈ കത്തി വെക്കും. അത് മാത്രമല്ല, ആൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കത്തികളിൽ നിന്ന് ഒരു കത്തി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടോ. ആ കത്തിയുടെ വില എന്ന് പറയുന്നത് 3000 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കത്തിയായിട്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നേക്കണേ. കത്തി എന്ന് പറഞ്ഞാൽ ഇത്തിരി പിച്ചാത്തി രൂപത്തിലുള്ള ഒരു സാധനമാണ്. ഇതാണ് എനിക്ക് പുള്ളിക്കാരൻ ഗിഫ്റ്റ് ആയിട്ട് തന്നേക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും വിലയുള്ള ഒരു ഗിഫ്റ്റ് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഈ മിസോറാമിൽ ആൾക്കാരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. വേറെ പറയാനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഇവിടുത്തെ ശരിക്കും ആൾക്കാരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു മിസോറാം വളരെ നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾ ടൂറിസ്റ്റുകളായിട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഞാൻ നിൽക്കുന്നത് ഷിപ്പീർ എന്ന സ്ഥലത്താണ്. ഷിപ്പീറുള്ള ആൾക്കാർ എന്തായാലും വളരെ നല്ല ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.